വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വമ്പിച്ച ഓഫറുകളിൽ ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം. VM സൂപ്പർ വാല്യൂ, ചേലക്കര. കാട്ടാനപ്പേടിയിൽ വിറങ്ങലിച്ച തൃശൂർ ചേലക്കരയും. ജനവാസ മേഖലയിലെ കൃഷിയിടങ്ങളിൽ നാശം വിതച്ച കാട്ടാനകൾ വീട്ടുമുറ്റത്തെത്തുന്നതും സ്ഥിരം സംഭവം. ജീവൻ പേടിയിൽ ചേലക്കരയിലെ മലയോര മേഖല. കൊടുംവനമല്ലാത്ത മേഖലയിൽ കാട്ടാനകളെത്തിയത് കുതിരാൻ തുരങ്കം വന്നതോടുകൂടി മാത്രം. ഒരാഴ്ചക്കിടെ തന്നെ പല തവണയാണ് വിവിധയിടങ്ങളിലായി കാട്ടാന ഇറങ്ങിയത്. തോന്നൂർക്കര തോട്ടേക്കോട് സൗരോർജ വേലിക്ക് മുകളിലേക്ക് മരം മറിച്ചിട്ട് പറമ്പിൽ കയറിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഉതുവടിയിൽ മതിൽ തകർത്ത് കാട്ടാന വീട്ടുമുറ്റത്തെത്തിയത് തുടർച്ചയായ 2 ദിവസങ്ങളിൽ. മുള്ളൂർക്കര 10ാം വാർഡ് വളവിലിറങ്ങിയ കാട്ടാനയെ കണ്ട് ജനങ്ങൾ പരിഭ്രാന്തരായി. ചേട്ടന്റെ വീടിന് മുമ്പില് അതിഥികളായി എത്തിയ കാട്ടാനകളെ തുരത്താൻ വനം വകുപ്പും സർക്കാരും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യം. വന്ന് ജനവാസ മേഖലയിൽ വന്ന് നിൽക്കണ സമയത്താണ് നമ്മളത് ആട്ടി വിടുന്നത്. ആട്ടി വിട്ട ടൈമിൽ ആകെ അവിടെ ഒച്ചയും ബഹളായിരുന്നു. പ്രായമുള്ള ഒരുപാട് ആൾക്കാരും കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ആകെ ഓടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഒരു എന്താ പറയുക, അവിടെ ഇവിടെ അക്രമം കഴിഞ്ഞില്ല. നമ്മൾ നേരെ മുന്നിൽ വരികയാണ്. അത് കഴിഞ്ഞ് നേരെ ഫെൻസിങ്ങിൻ്റെ അങ്ങോട്ട് വന്നപ്പോൾ കാട്ടിലേക്ക് ആട്ടി വിട്ടുമ്പോൾ ഫെൻസിങ് അങ്ങോട്ട് കടക്കുന്നില്ല. അത് റീചാർജ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ പറയുക, അധികാരികൾ എത്രയും പെട്ടെന്ന് ചെയ്തു തരണം. അത് ചെയ്തിപ്പോൾ ഇന്നലെ 3 വട്ടമാണ്. ഞങ്ങൾ പുലർച്ചെ 3 മണിക്ക് വീണ്ടും വന്നു. ഇന്നലെ 3 വട്ടം ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ ബാക്ക് പുറകുവശം ഈ വീടിനോട് ചേർന്നിട്ട് അവിടെ ഈ ചക്കിയും മാങ്ങയൊക്കെ തിന്നാൻ വേണ്ടിയിട്ടാണ് ആന വരുന്നത്. അവിടെ 1 മണിക്കൂറോളം ആന തമ്പടിച്ചു. അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരൊക്കെ വന്നു. അവർ ഇത് പടക്കം പൊട്ടിച്ചു കയറ്റി വിട്ടു എന്നല്ലാണ്ട് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണ് നമുക്ക് ഇതിനോടനുബന്ധിച്ചിട്ട് വേണ്ടത്. കാരണം ഇനിയിപ്പോൾ അത് ചക്കിയും മാങ്ങയും കിട്ടാത്ത സാഹചര്യത്തിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ഒരു അക്രമ രീതിയിൽ ആന പെരുമാറി കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം 10-80ഓളം വീടുകൾ ഇതിന് വരുന്നുണ്ട്. ഇതിനാണ് നിങ്ങൾക്ക് വഴി സഞ്ചാരമുള്ളത്, വേറെ വഴിയില്ല. അപ്പോൾ അതിനുള്ളൊരു ശാശ്വത പരിഹാരം നിലക്ക് സർക്കാർ അടിയന്തരമായിട്ട് ഇതിന് വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിയിക്കാനുള്ളത്. ചേലക്കര വനമേഖലയിൽ നിന്നും കാട്ടാനകളെ തുരത്തി കുതിരാൻ തുരങ്കത്തിന് അപ്പുറത്തേക്ക് എത്തിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതെ അധികൃതർ. ചേലക്കര നിയോജക മണ്ഡലത്തിലെ മലയോര ജനങ്ങളുടെ ആശങ്കയകറ്റാൻ അധികാരികളുടെ കണ്ണ് തുറക്കണമെങ്കിൽ ഒരു ജീവൻ പൊലിയണമോ എന്ന ചോദ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. ആഘോഷങ്ങൾ VM സൂപ്പർ വാല്യൂവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം. ആഴ്ചയിൽ വെറും 250 രൂപ വെച്ച് 48 ആഴ്ച അടയ്ക്കൂ. ആനുകൂല്യ ബോണസ് 1000 രൂപ ചേർത്ത 13000 രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ. കൂടാതെ വിഷു, പെരുന്നാൾ, ഈസ്റ്റർ, മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റായി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും. ഒപ്പം 10000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും 5000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ VM സൂപ്പർ വാല്യൂ സന്ദർശിക്കൂ. ഫോൺ 9447670162.